മുകേഷിനെ പറ്റിയുള്ള പുതിയ വാർത്ത കേൾക്കുമ്പോൾ ഒരു സിനിമയിൽ ഇതുപോലെ രാത്രി ഒരു വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കട്ടെടുക്കാൻ വേണ്ടിയിട്ട് ദിലീപ് പുള്ളിയുടെ കാമുകിയുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ പട്ടിയില്ല എന്ന് പറഞ്ഞാൽ, പക്ഷേ പട്ടിയുടെ മുമ്പിൽ പെട്ടു. അപ്പോൾ പുള്ളിയുടെ സുഹൃത്ത് പുറത്ത് നിൽക്കുന്നുണ്ട് പുള്ളീൻ്റെ കാത്ത്. അപ്പോൾ പുള്ളിക്കാരൻ പറയണ ഒരു ഡയലോഗുണ്ട്, എടാ ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു എന്ന് പറയുന്ന ഡയലോഗ് വെറുതെ പോവാണ്. കാരണം മുകേഷ് നേരത്തെ ഇതിനകത്ത് ജാമ്യം എടുത്തിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം വീണ്ടും വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ പോലീസ് ശരിക്കും പറഞ്ഞാൽ പുള്ളി MLA ആണല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് ഈ തവണ പുള്ളിക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ ഈ തവണ അങ്ങനെ ഒരു ഇത് കിട്ടാത്തത്, എന്താണ് അതിൻ്റെ കാര്യമെന്ന് ചിന്തിച്ചു പോവാണ്. ശരിക്കും പോലീസിൻ്റെ ഒരു ഹെൽപ്പ് പുള്ളിക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയില്ല. കുറ്റപത്രം പോലീസ് ഉണ്ടാക്കി ബലാത്സംഗ കേസിന് വരെ ആണ് ഒരു കുറ്റപത്രം. ആ കുറ്റപത്രം പുള്ളിക്ക് കൊടുത്തിരിക്കുകയാണ്. പുള്ളിക്കെതിരെ ഒരു കുറ്റപത്രം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് കോടതിയിൽ ഉടൻ തന്നെ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞത് ഭരണപക്ഷത്തിരിക്കുന്ന 2 MLA-മാർ ഇതുപോലെ ചെയ്തിട്ട് അവർ രാജിവെച്ചിട്ടില്ലോ എന്നുള്ളതാണ് നേരത്തെ ഈ കേസ് വന്നപ്പോൾ പറഞ്ഞത്. ഈ തവണ ശരി ശക്തമായ കേസാണ് വന്നിരിക്കുന്നത്. അത് ആ ഒരു ഒരു നടി കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും അന്വേഷിച്ച് അതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് കേസ് വന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ കുറേ കളികൾ നടക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുകേഷിനൊക്കെ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദീഖിനൊക്കെ നേരത്തെ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഇവരൊക്കെ ഈ പറഞ്ഞ നിർബന്ധിച്ച് ഇതിനകത്തേക്ക് വന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ നിർബന്ധിച്ച് ഇഷ്ടമില്ലാതെ ലേഡീസിനെ ഇതിനകത്തേക്ക് നിർബന്ധിച്ചു. അതാണ് ഇവിടെ ഇവർക്കൊക്കെ വിനയായി വന്നത്. അപ്പോൾ സിനിമയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷേ ആരും അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാത്തതിൻ്റെ കാരണം കുറേയൊക്കെ നേരത്തെ അവർ പറഞ്ഞ ഒരു പേടിയുണ്ടായിരുന്നു. അതിനകത്തൊന്നും കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊന്നും പ്രതികരണം ഉണ്ടാവില്ല, പിന്നെ സിനിമയിൽ അവസരം ഉണ്ടാവില്ല, അവരെ കയറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ പേടിച്ചിട്ട് ഇവർക്ക് പറയാണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ MLA ആയ ആളാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു രാജി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കിവിടെ നഷ്ടമുണ്ട്. കാരണം വീണ്ടും അവിടെ ഇലക്ഷൻ വയ്ക്കുമ്പോൾ ആ ഇലക്ഷന് വരുന്ന ചിലവുകൾ അത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾ MLA ആയിട്ട് നിയമസഭയിലിരിക്കുമ്പോൾ അത് ആ ചെയറിന് ഒരു മോശമാണ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. പല സംഭവങ്ങളുണ്ട് ഇതിനകത്ത്, നഷ്ടവും ലാഭവും എന്നൊക്കെ പറഞ്ഞ മാതിരി. പിന്നെ ഇത് കേസ് എങ്ങനെ വരും എന്നൊക്കെ ഇനിയിപ്പോൾ കോടതിയുള്ള തീരുമാനിക്കേണ്ടത്. ഏതായാലും ഈ വാർത്ത വീണ്ടും മുകേഷിന് ഒരു അടിയായിട്ട് വന്നിരിക്കുകയാണ്. ഈ പോലീസിൻ്റെ ഈ പുതിയ തീരുമാനം മുകേഷിന് വലിയൊരു അടിയായിട്ട് വന്നിരിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ മമ്മൂട്ടി മോഹൻലാലിൻ്റെയൊക്കെ പോലെ നിൽക്കേണ്ട ഒരു നടനാണ് മുകേഷ്. എന്തോ നിർഭാഗ്യം കൊണ്ട് പുള്ളിക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ എപ്പോഴും ഒരു സഹനടൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ജഗദീഷ്, ഇതുപോലെ മണിയമ്പിള്ള രാജു, ഇവരൊക്കെ ഒരൊറ്റ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ സിനിമയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവരൊക്കെ സിനിമയിൽ അഭിനയിച്ച ഒരു കോമഡി പടത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ലൊരു സന്തോഷം. സിനിമ തിയേറ്ററിൽ പോയിരുന്ന ഇവരുടെയൊക്കെ പടങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടം നല്ലൊരു ആസ്വാദനമായിരുന്നു. ഇപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പ്രായമാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ പ്രായമാകുമ്പോൾ ആളുകളുടെ ഒരു ഇമ്പ്രഷൻ ഇല്ലാതിരിക്കും. പിന്നെ അത് മാത്രമല്ല പുതിയ തലമുറ സിനിമയിലേക്ക് വരുന്നു. അപ്പോൾ ഈ പുതിയൊരു ബെൽറ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ബെൽറ്റ് വരുമ്പോൾ ഇവർക്കൊക്കെ ആ സാധ്യതയില്ലാണ്ട് അവർക്കൊക്കെ സിനിമയിൽ അഭിനയിക്കാനുള്ള. അപ്പോൾ പക്ഷേ ഈ ഞാൻ അത്ഭുതത്തോട് നോക്കുന്നത് നമ്മുടെ സിദ്ദീഖിനെ പുതിയ തലമുറയും വിളിക്കുന്നുണ്ട്. അത് എന്താണ് പുള്ളിയുടെ ടെക്നിക്ക് എന്നറിയില്ല. പുള്ളി പുതിയ തലമുറയെ പുള്ളിനെ വിളിച്ച് സിനിമയിൽ അഭിനയിപ്പിക്കുന്നുണ്ട്. ചില സഹകരണങ്ങളായിരിക്കും. ആ രീതിയിൽ എല്ലാവരും സഹകരിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം കൊണ്ടായിരിക്കും, ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും. പുതിയ പിള്ളേരാണെങ്കിലും പറയും സിദ്ദീഖ് ഖാനെ വിളിച്ചോട്ടോ, പുള്ളി കുഴപ്പമില്ല, ആൾ ഡീസൻ്റാന്ന് പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ വലിയ നടനാന്നുള്ള ഭാവത്തിലിരിക്കാതെ അവരോടൊക്കെ പുതിയ ഡയറക്ടർമാരോടും അതുപോലെ അസോസിയേറ്റിനോടും എല്ലാവരോടും നല്ല രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ
അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇവരെ വിളിക്കാൻ തോന്നും. സിദ്ദീഖ് ഖാനെ വിളിച്ചോ, നല്ലൊരു ഇതാണ്. അപ്പോൾ കുഴപ്പക്കാരനല്ലാതെ ചില ആൾക്കാരൊക്കെ സെറ്റിൽ വിളിച്ച് കഴിഞ്ഞാൽ പഴയ നടന്മാരൊക്കെ വിളിച്ചുകൊണ്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വലിയ ഭാവത്തിലിരിക്കും. പിന്നെ നിർദ്ദേശങ്ങൾ തുടങ്ങും. പിന്നെ അവരുടേതായ ചില സ്വഭാവങ്ങളൊക്കെ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകളെ ഇപ്പോഴും പുതിയ തലമുറയും വിളിക്കും. അതായിരിക്കും അതിൻ്റെ കാരണം. അപ്പോൾ ഇങ്ങനെ ഈ മുകേഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ, മുകേഷ് ഇപ്പോൾ MLA ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ പല പ്രശ്നങ്ങൾ, പിന്നെ വിവാഹബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. അപ്പോൾ അങ്ങനെ ഇവരെ കുറയും. ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റികളാണല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആവാൻ പറ്റില്ല. സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം ആളുകൾക്ക് ആവാൻ പറ്റുള്ളൂ. സാധാരണക്കാരായപ്പോൾ നമ്മളെയൊന്നും ആരും അറിയില്ല. ഇവരൊക്കെ എവിടെ ചെന്നാലും ആളുകൾ കേരളത്തിൻ്റെ ഏത് മൂലയ്ക്കും ചെന്ന് കഴിഞ്ഞാൽ ഇവരറിയും. ഏത് കുഞ്ഞിനും അറിയാൻ പറ്റും. അത് വലിയൊരു ഭാഗ്യമാണല്ലോ. ആ ഭാഗ്യം കിട്ടുമ്പോൾ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ സൗഭാഗ്യത്തിന് മാറ്റ് കുറഞ്ഞ് ആളുകൾ വെറുപ്പോടുകൂടി കാണും നമ്മളെ. അപ്പം അതൊക്കെ വളരെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടുകൾ, ഇതുപോലുള്ള കാര്യങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും, അനുഭവിക്കേണ്ടതായിട്ട് വരും.